കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോലി കഴിഞ്ഞു വരുന്ന സുഭാഷിനെ നോക്കി അച്ഛൻ ബംഗാളിയിലും മലയാളത്തിലും പാട്ട് പാട്ടിക്കൊണ്ടിരിക്കുക. അവൻ അച്ഛനെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് സലീൽ ചൗധരി അവിടെയുണ്ട് ഇവിടെയുണ്ട് സെറ്റ് ചെല്ല് ചെല്ല് എന്ന് ചിരിയോടെ പറയുന്നത് കേൾക്കെ സുഭാഷ് അകത്തേക്ക് കയറി പോവുകയാ. സുഭാഷിനെ കാണുന്ന നികേഷും ആ വാ വാ വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് സന്തോഷത്തോടെ പറയേ. എന്താടാ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. വിചാരിച്ച പോലെയല്ല, ആള് നിസ്സാരക്കാരനല്ല, കൊച്ചു കള്ളാ എന്ന് വിളിച്ച് ഹരീഷ് സുഭാഷിനെ ഇക്കിളിയാക്കുകയാ. സുഭാഷ് സംശയത്തോടെ നോക്കി നിൽക്കെ ഇന്നലെ എങ്ങോട്ടാ പോയത് എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എങ്ങോട്ട് എന്ന് സുഭാഷ് ചോദിക്കേ. ശരി, എവിടുന്നാ വന്നത് എന്ന് ഹരീഷും. മനസ്സിലായില്ലെന്ന് സുഭാഷ് വീണ്ടും പറയേ. മനസ്സിലായില്ല, വരുമ്പോ ചിരിച്ചു വരാൻ കാരണം എന്താ എന്ന് നികേഷ് ചോദിക്കേ. എന്ത് കാരണം എന്ന് സുഭാഷും. അത് കേട്ട് സുധീഷും ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ മുന്നിലേക്ക് ചെന്ന് സുഭാഷ് ഏട്ടാ, ഇന്നലെ അവിനാശിന്റെ വീട്ടിൽ പോയിരുന്നില്ലേ? അവിടെ ചാന്ദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയില്ലേ? ആ കുട്ടിയെ പറ്റിയിട്ട് അവിനാശ് എന്താണ് പറഞ്ഞത്? പറ. എന്തു പറഞ്ഞു കേക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കേ. ചാന്ദിനിയുടെ ചേട്ടൻ അവിനാശിന്റെ പ്രപ്പോസലിന് സുഭാഷ് ഏട്ടൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് സന്തോഷത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് കണ്ടോ പറയുന്നില്ല എന്ന് നിധി കളിയാക്കുമ്പോൾ അത് ശരി, അപ്പോൾ ഈ കാരണം കൊണ്ടല്ലേ ചാന്ദിനി ഇടയ്ക്കിടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുന്നത്? കണ്ടാ എന്ന് ചോദിച്ച് സുധീഷ് കളിയാക്കുന്നേരം ഒന്ന് പോടാ, ചുമ്മാ കഥകൾ ഉണ്ടാക്കല്ലേ. അവിനാശ് എന്തോ ചോദിച്ചു, ഞാനെന്തോ പറഞ്ഞു എന്നല്ലാതെ. ഞാൻ പോവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുന്നേരം പോവല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും പിടിച്ചു നിർത്തുകയാണ്. അവിടെ നിൽക്ക്, കാര്യം പറഞ്ഞിട്ട് പോയാ മതി എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് എന്തു പറയാൻ എന്ന് സുഭാഷ് ഏട്ടനും. അവിനാശ് എന്താ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കേ. ഓ അതോ, അത് പറയാം. അതായത് അവിനാശ് ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് എന്ന് പറഞ്ഞ് ബാക്കി പറയാൻ കഴിയാതെ നാണത്തോടെ സുഭാഷ് പുറത്തേക്ക് ഓടുകയാ. സുഭാഷ് ഏട്ടെന്ന് വിളിച്ച് ഹരീഷും നികേഷും സുധീഷും നിധിയും എല്ലാം പുറകെ ഓടുന്നുണ്ടെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങുന്ന സുഭാഷ് അച്ഛന്റെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോവുകയാ. എടാ സുഭാഷേ, എന്റെ സൈക്കിൾ എടുത്തോണ്ട് പോവല്ലടാ, വൈകിട്ട് ബിവറേജ് പോവാനുള്ളതാ എന്നൊക്കെ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സുഭാഷ് നിർത്താതെ സൈക്കിളുമായി ഓടി പോവുകയാ. സുധീഷും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഭയ്യ ഗാന ആവോ. അതുകൾക്ക് സുഭാഷും പുഞ്ചിരിയോടെ അവരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോവുകയാ. പിന്നീട് ഹരീഷ് അവിടെ തന്റെ ഷോപ്പിൽ ഒരു വണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടിറ്റോ ചോദിക്കുന്നത്, ഹരീഷേട്ടാ, നിങ്ങൾ നീതുവിനെയും കൊണ്ട് സിനിമയ്ക്കൊന്നും പോവാറില്ലേന്ന്. എന്തിനെന്ന് ഹരീഷ് ചോദിക്കേ. എന്തിനെന്നോ, അതൊരാചാരമല്ലേ ആശാനെ എന്ന് ടിറ്റോ പറയുകയാ. വെറുതെ സംസാരിച്ചാലും വഴക്കാം, ഇനി സിനിമാ തിയേറ്ററിലും പോയിട്ട് അടി ഉണ്ടാക്കണോ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും പറഞ്ഞു നാവെടുത്തില്ല. അപ്പോഴേക്കും ആളെത്തിയല്ലോ എന്ന് അങ്ങോട്ട് നടന്നു വരുന്ന നീതുവിനെ ശ്രദ്ധിച്ച് ടിറ്റോ പറയുന്നുണ്ട്. നീതു അങ്ങോട്ട് വന്ന് ഹായ് ബ്രോസ് എന്ന് വിളിക്കേ. ഹായ്, നീതുവിനെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങ് എത്തിയല്ലോ എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. പറഞ്ഞതെന്താ, നല്ലതോ ചീത്തയോ? നല്ലതാവാൻ വഴിയില്ല. ഇവനെ എന്നെ പറ്റി എന്തായാലും നല്ലത് പറയുമെന്ന് തോന്നുന്നില്ലല്ലോ എന്നവളെ മൈൻഡ് ചെയ്യാതെ വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഹരീഷിനെ നോക്കി അവൾ പറയുന്നുണ്ട്. ഹരീഷ് ദേഷ്യത്തോടെ അവളെ നോക്കുന്നത് കാണേ. എന്താ നോക്കുന്നത്? എത്ര തവണ ഞാൻ വിളിച്ചു, ഒരു തവണ പോലും ഫോൺ അറ്റൻഡ് ചെയ്തോ? ഇല്ലല്ലോ. ഫോൺ കട്ട് ചെയ്യുന്നു, ഫോൺ ഓഫ് ചെയ്യുന്നു, എന്താ നിന്റെ പ്രശ്നം എന്നവൾ ചോദിക്കേ. ഫോൺ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് മനസ്സിലാക്കിക്കൂടെ? പിന്നെ എന്തിനാ ഈ അന്വേഷിച്ചു വരുന്നേ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഓഹോ, നീ ഫോൺ എടുത്തില്ലെങ്കിൽ അതിനർത്ഥം ഉപേക്ഷിച്ചു പോയിന്ന് വിചാരിച്ചിരിക്കണമെന്നാണോ എന്നവൾ ചോദിക്കേ. അങ്ങനെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഇതും പറഞ്ഞ് രാവിലെ തന്നെ വഴക്കിടാനാണോ നിന്റെ വരവെന്ന് ഹരീഷ് ചോദിക്കുക. അതെ, ഇപ്പൊ നേരെ ഉച്ചയായി, രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കുക, എടുക്കാതിരുന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നത് എന്നവൾ പറയേ. എടി, നിനക്ക് ഈ ഫോൺ വിളിക്കാന്നല്ലാതെ വേറെ പരിപാടിയില്ലേ എന്ന് ഹരീഷും ചോദിക്കുക. അതാണ്, നിനക്ക് നിന്റെ വീടിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ. അവിടെ നിന്നോട് സംസാരിക്കാനും നന്നായി പെരുമാറാനും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിനക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എന്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കാറില്ല. അതിന്റെ കാരണം നീയാണെന്ന് അറിയാലോ. എനിക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അപ്പൊ വിളിക്കാണ്ടിരുന്നാ ഞാൻ അന്വേഷിച്ചു വരില്ലേ? നീ എന്താ എന്നോട് സംസാരിക്കാതിരിക്കുന്നേ എന്ന് നീതു ചോദിക്കേ. സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് എന്നവനും മറുപടി പറയുകയാ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാണ് സംസാരിക്കാൻ ഇഷ്ടമുള്ളതെന്ന് കൂടി പറയണം എന്നവൾ പറയുന്നത് കേൾക്കേ. ടിറ്റോയും ചന്തുവിനോടായി, എടാ ചന്തുവേ, നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വരാം, ഈ സീനിലിനി നമ്മൾ വേണ്ട, പോവാം എന്ന് വിളിക്കേ. പോവാം എന്ന് പറഞ്ഞ് ടിറ്റോയും അവന്റെ കൂടെ ചായ കുടിക്കാനായി പോവുകയാണ്. നീതു വീണ്ടും ഹരീഷിനോടായി, നിനക്ക് എന്നെ പറ്റി ഒരു വിചാരവുമില്ലല്ലേ? ഒരു ഇങ്ങനെ തുടർച്ചയായി വിളിച്ചോണ്ടിരിക്കുന്നു, ഒന്ന് അറ്റൻഡ് ചെയ്ത് കാരണം എന്താണെന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലേ എന്നവൾ ചോദിക്കേ. നീ എന്തിനാ വിളിക്കണേന്ന് എനിക്കറിയാലോ, അതാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്.
ഇനി അഥവാ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചാലോ? നീ നോർമലായിട്ട് സംസാരിക്കാറുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു വഴക്കിടുമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. നീ ഓരോന്ന് കാണിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ വഴക്കിടുന്നത് എന്നവൾ ചോദിക്കേ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കാമെന്ന് വെച്ചത്. ദാ ഇപ്പൊ വന്ന് കയറിയപ്പോഴും വഴക്കല്ലേ എന്ന് ഹരീഷ് ചോദിക്കുക. ഫോൺ എടുക്കാതിരുന്ന പിന്നെ ദേഷ്യം വരില്ലേ എന്നവൾ ചോദിക്കേ. ഞാൻ ഫോൺ എടുത്താലും എടുത്തില്ലെങ്കിലും നീ വഴക്കുണ്ടാക്കും. നിനക്ക് വഴക്കിടാൻ എപ്പോഴും ഒരു കാരണം വേണം, അതാണ് കാര്യം എന്നവൻ കുറ്റപ്പെടുത്തേ. അതെ, എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചാൽ എനിക്ക് ദേഷ്യം വരില്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. എടി 24 മണിക്കൂറും നീ നിന്നെ പറ്റി മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ സെൽഫിഷ് എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? നിനക്ക് നിന്നെ പറ്റിയല്ലാതെ വേറൊരു വിചാരവുമില്ല. വഴക്കുണ്ടാക്കണമെന്ന് തോന്നിയാ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞവൻ ഷോപ്പിനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഞാൻ അങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാറൊന്നുമില്ല. നീ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിന്റെ ചേട്ടനോട് ഞാൻ വഴിയിൽ വെച്ച് സംസാരിച്ചു. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? നിന്റെ ചേട്ടൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് മാറി തരണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. അവിടെ ഓരോ ദിവസവും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഹരീഷെ. സുഭാഷ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ കല്യാണം നടക്കുന്ന് വഴിയിൽ വെച്ച് കണ്ടപ്പോ സുഭാഷ് ചേട്ടനോട് എന്റെ അവസ്ഥയൊന്ന് പറഞ്ഞുപോയി. അത് തെറ്റാണോ ഹരീഷെ എന്ന് നീ ഇത് ചോദിക്കേ. ഹരീഷും അങ്ങോട്ട് ഇറങ്ങി വന്ന്, നീ അന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സുഭാഷ് ചേട്ടൻ ഒരു മോശം ബന്ധത്തിന് ഇറങ്ങി തിരിച്ചത്. നിന്റെ വാക്ക് അത്രയ്ക്ക് സങ്കടപ്പെടുത്തി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞവൻ വീണ്ടും വണ്ടി റെഡിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും നീ ചുമ്മാതൊന്നും അറിയാതെയാ സംസാരിക്കുന്നത് ഹരീഷെ. ഞാൻ നിന്റെ ചേട്ടനോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മറ്റൊന്നും ആലോചിക്കാതെ കെട്ടിയേ തീരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ എന്ത് അധികാരമാ ഉള്ളത്? നിന്റെ ചേട്ടനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ട് അബദ്ധത്തിൽ ചാടാൻ പോയി. അതിന് ഞാൻ എന്ത് വേണം എന്നവൾ ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഹരീഷും, എടി എന്തടി പറഞ്ഞേ? നീ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ ചേട്ടനില്ലെന്നോ? എടി നീ ഇതും ഇതിന്റെ അപ്പുറവും പറയും. അന്ന് നിന്റെ ഒറ്റ വാക്കുകൊണ്ട് താൻ കാരണം മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവരുതെന്ന് കരുതി വേറൊന്നും നോക്കാതെ കിട്ടിയ പെണ്ണിനെ താലി കെട്ടാൻ പോയ സുഭാഷ് ചേട്ടൻ നിനക്കിപ്പോ ബുദ്ധിയില്ലാത്തവനായി അല്ലേ? എടി നാവുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയരുത് എന്നവൻ ഒച്ചവെക്കേ. സോറി ഹരീഷെ, ഞാൻ പെട്ടെന്ന് ഓർക്കാതെ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് പറഞ്ഞതല്ലെന്ന് അവൾ പറയുന്നുണ്ട്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ പറയേ. എന്താ ഹരീഷ ഇത്? എന്നോടൊരു തരിമ്പ് പോലും സ്നേഹമില്ലേ? എപ്പോ നോക്കിയാലും നിന്റെ ബ്രദേഴ്സ്, നിന്റെ വീട്, വേറൊന്നും നിന്റെ ചിന്തയിലില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര അടി വാങ്ങുന്നു, എത്ര കഷ്ടപ്പെടുന്നു, അതോർത്ത് നിനക്കൊട്ടും സങ്കടം തോന്നിയില്ലേ എന്നവൾ ചോദിക്കുന്നയാൾക്ക് ദേഷ്യത്തോടെ അവനും, ഇല്ല, അതോർത്ത് എനിക്കൊരു സങ്കടവുമില്ല. അത് നീ മനഃപൂർവ്വം ആഗ്രഹിച്ച് നേടിയെടുത്തതാ. നിനക്കായിരുന്നു എന്റെ ജീവിതത്തിലേക്ക് വരാൻ നിർബന്ധം. അതിനെന്നോട് വെറുതെ വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നവൻ ഒച്ചവെക്കേ. ചി, നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ ചെരുപ്പൂരി അടിക്കണം എന്ന് നീതുവും പറയുന്നുണ്ട്. എടി ആയിക്കോ, ഇനി അതും ഞാൻ തന്നെ ചെയ്യണോ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. പോടാ എന്ന് പറഞ്ഞ് നീതു അവിടുന്ന് പോവുകയാ. ചന്തുവും ടിറ്റോയും ചായ കുടിച്ചപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു. എന്താ ബ്രോ ഇത്? എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ എന്ന് ടിറ്റോ ഹരീഷിനോടായി ചോദിക്കേ. എടാ പറ്റില്ല ഇതൊന്നും. ഈ നാശം പിടിച്ച പ്രേമമൊന്നും എനിക്ക് പറ്റിയ പണിയല്ല, മാറടാ എന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ ഷോപ്പിനകത്തേക്ക് കയറി പോവുകയാ. ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയ നിധിയും നികേഷും സംസാരിച്ചുകൊണ്ട് നടപ്പാ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി ആക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചിക്കനും എന്നവൻ പറയുന്നവൾക്ക് അയ്യേ എന്ന് നിധിയും. ഇല്ല, ഇഡ്ഡലിയും മട്ടൻ കറിയും കഴിച്ചിട്ടില്ല എന്നവൻ ചോദിക്കേ. ഇല്ല എന്ന് നിധിയും. അപ്പോഴാണ് അവരെ കൈയടിച്ച് വിളിച്ചുകൊണ്ട് പുറകിന്ന് സുധീഷ് അങ്ങോട്ട് ഓടിയെത്തുന്നത്. രാവിലെ വെച്ച് പിടിപ്പിക്കുകയാണല്ലോ, ഗായത്രിയെ കാണാനായിരിക്കും എന്ന് നികേഷ് ചോദിക്കേ. അതെ, അവൾ അവിടെ വന്ന് കാത്തു നിൽക്കുമല്ലോ, വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഇറങ്ങാണ് സുധീഷേട്ടാ, 10 മിനിറ്റിനുള്ളിൽ ബസ് സ്റ്റോപ്പിൽ എത്തില്ലേ എന്നൊരു ചോദ്യം എന്ന് സുധീഷ് പറയേ. എന്നാ പിന്നെ വണ്ടി എടുത്ത് പോവായിരുന്നല്ലോ, പെട്ടെന്ന് എത്തുമായിരുന്നല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അതിലൊരു ത്രില്ലല്ലടാ, നിങ്ങളുടെ കൂടെ വരുമ്പോഴല്ലേ ഒരു രസം. എന്നാലും എന്നെ കാണാണ്ട് ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീലിംഗ്, യു നോ. അല്ല, നിധി എന്തോന്നും പറയാത്തത് എന്ന് നിധിയെ ശ്രദ്ധിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്. വെറുതെ വർത്താനം പറഞ്ഞു നടക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ എന്ന് നിധി. അത് കേട്ട് നികേഷും, ഏടത്തി എനിക്ക് നിങ്ങളെപ്പോലെ വട്ടുണ്ടോ എന്ന് ചോദിക്കും. സുധീഷ് ഏട്ടനാ വട്ടുള്ള പോലെ പെരുമാറുന്നത് എന്ന് പറയേ അവന്റെ കാലിലൊന്ന് ചവിട്ടിക്കൊണ്ട്, എടാ വേണ്ടട്ടോ വേണ്ട എന്ന് പറഞ്ഞ് നിധിയോടായി വീണ്ടും, നിധി ഇയാൾക്ക് 2 വീലറൊക്കെ ഉള്ളതല്ലേ, പിന്നെന്തിനാ ബസ്സിൽ പോയി കഷ്ടപ്പെടുന്നേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് നിധി പറയേ. ഓ, റോഡിലൂടെ ഓടിക്കാൻ പേടിച്ചിട്ടായിരിക്കും അല്ലേ? നിധിയെ, ഈ പേടി മാറണമെന്നുണ്ടെങ്കിലേ റോഡിലൊക്കെ ഓടിച്ചിട്ട് പഴക്കം വരണം എന്നവൻ പറയുന്നുണ്ടെങ്കിലും നിധി ഒന്നും മിണ്ടാതെ നടക്കണ കണ്ട് ടോപ്പിക്ക് മാറ്റണം, അല്ലെങ്കിൽ വാ തുറക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് നികേഷിനെ തോളിലൂടെ ചേർത്ത് പിടിച്ച് നടക്കുന്നേരം, സുധീഷേട്ടാ കൈ എടുത്തേ, എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് നികേഷും. അയ്യോ, കൈ വെച്ചപ്പോഴേക്കും വേദന എടുത്തോ, എന്നാ പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ. എടാ നികേഷേ, നമുക്ക് സുഭാഷേട്ടന്റെ കല്യാണമുണ്ടല്ലോ,
അതിഗംഭീരമായി നടത്തണം. ഈ നോർത്ത് സ്റ്റൈലും കേരള സ്റ്റൈലും മിക്സ് ചെയ്തുള്ള ഒരു ഐറ്റം. നോർത്ത് സ്റ്റൈലിൽ സുഭാഷേട്ടനെ നമുക്ക് കുതിരപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് നമുക്ക് ബല്ലെ ബല്ലെ ഡാൻസ് കളിക്കാം. കേരള സ്റ്റൈലിൽ താലികെട്ട്, കൂടെ ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ ഒരു പരിപാടിയില്ലേ, എല്ലാരും കൂടി വട്ടത്തിൽ അങ്ങനെ നിന്നിട്ട് കൈയും കാലും എടുത്ത് വീശി ചാടി കലവില എന്നൊക്കെ ഒരു പരിപാടി. എന്തോ അതിന്റെ പേര് എന്ന് സുധീഷ് ആലോചിക്കേ. തന്റെ തോളത്തൂടെ ഇട്ട അവന്റെ കൈ എടുത്തു മാറ്റി കൈകൊട്ടിക്കളിയാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. കൈകൊട്ടിക്കളിയൊന്നുമല്ലടാ, വീരനാട്യം. അതോടെ വെക്കാം, എന്താ അഭിപ്രായം എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ വളരെ നല്ല അഭിപ്രായം എന്ന് നികേഷും. എന്താ നിധിയുടെ അഭിപ്രായം എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കേ. എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആണുങ്ങളുണ്ട്. സുഭാഷ് ഏട്ടൻ അക്കൂട്ടത്തിലല്ല. എങ്ങനെയെങ്കിലും ആ കുട്ടിയുമായി ഒന്ന് സംസാരിച്ച് പഴകിക്കോട്ടെ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയാൽ അതിനൂരിപ്പോരാൻ രണ്ടുപേർക്കും വലിയ പാടായിരിക്കും എന്നവൾ പറയുന്നതുകൾക്ക് അനുഭവം ഗുരു അല്ലേ എടുത്തി എന്ന് നികേഷും ചോദിക്കുന്നു. എന്താ സംശയം എന്ന് നിധിയും. അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. അവിടെ നിൽക്കുന്ന ഗായത്രി ശ്രദ്ധിച്ച് പറഞ്ഞ പോലെ ഗായു വന്ന് കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ എന്നെ അങ്ങോട്ട് ചെല്ലട്ടെ, ബായ് എന്ന് പറഞ്ഞ സുധീഷ് സന്തോഷത്തോടെ അവളുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. അവനെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന ഗായത്രിയോടായി ഹായ് ഗായു, വന്നിട്ട് കുറെ നേരമായോ എന്നവൻ ചോദിക്കുന്നു. ഇല്ല എന്നവളും സന്തോഷത്തോടെ പറയും. അതിഷ്ടമാകാതെ നിധിയും നികേഷും ദേഷ്യത്തോടെ നിൽപ്പാ. സുധീഷ് അവളെ ഒന്ന് ശ്രദ്ധിച്ച് വീണ്ടും ഗായത്രിയോടായി ഈ ഡ്രസ്സേ ഗായുവിന് നന്നായി ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറയേ. താങ്ക് യു. ഇന്നെന്താ കൂളിംഗ് ഗ്ലാസ് വെക്കാഞ്ഞേ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ഓ, ഗായുവിനെ കാണാനുള്ള തിരക്കിലേ ഞാനത് മറന്നുപോയി. നാളെ ഞാൻ തീർച്ചയായിട്ടും വെക്കാട്ടോ എന്നൊക്കെ തുടങ്ങി അവൻ വീണ്ടും ഗായുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. ഇടയ്ക്ക് ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന നിധിയെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കോ മോളെ, ഈ കളിയുടെ അവസാനം നീ പറയും സുധീഷേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എന്ന് മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവൻ ഗായത്രിയോട് ചിരികളികളോടെ സംസാരിച്ചുകൊണ്ട് നിൽപ്പാം. ഇടയ്ക്ക് ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന നിധിയെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ സുഭാഷ് തന്റെ പണിസൈറ്റിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. അവിനാശിനെ മുകളിലേക്ക് കൊണ്ടുപോവാൻ എംസാന്റെ അടുത്ത് കൊടുക്കുന്നതിനിടയിൽ സുഭാഷ് അവിനാശിനോടായി പറയുന്നു. അവിനാശെ, മഴ കാരണം കുറെ പണി മുടങ്ങിക്കിടക്കയാ. ഇപ്പൊ തന്നെ പറഞ്ഞ സമയത്തിന്ന് 10 ദിവസം വൈകി. അടുത്ത 25-ാം തീയതിക്ക് മുമ്പ് പണി തീർത്ത് കൊടുത്തോളാമെന്ന് എഞ്ചിനീയറോട് പറഞ്ഞിട്ടുള്ളതാ. കേട്ടല്ലോ, കുറച്ച് പണിക്കാരെ കൂടുതൽ കിട്ടിയാലും വേണ്ടില്ല, ജോലി തീർക്കണം എന്നവൻ പറയുമ്പോഴേക്കും പണിക്കാർ താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ട് എന്താ പണി നിർത്തിയെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. 1 മണിയായി എന്നൊരുവൻ പറയുന്നതുകൾക്ക് എടാ മുഴക്കോൽ വെച്ച് സമയം വളർന്ന് പണിയെടുക്കാൻ നിക്കല്ലേ ബാബു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. കൃത്യം 2 മണിക്ക് തുടങ്ങിയില്ലെങ്കിലേ സുഭാഷിന്റെ വായിലിരിക്കുന്നത് ഞങ്ങൾ കേൾക്കണ്ടേ എന്നൊരു ചേട്ടനും ചോദിക്കേ. ആ ചെല്ല് എന്ന് സുഭാഷും സമ്മതിക്കുക. സുഭാഷിടം കഴിക്കുന്നില്ലേ എന്നവർ ചോദിക്കേ. ഞാൻ വരാം, ഇതൊന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ ജോലിയിൽ തുടരുകയാ. അപ്പോഴാണ് ബയ്യാന്ന് വിളിച്ച് ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ട് സുഭാഷ് പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നത് കാണേ അവളും പുഞ്ചിരിയോടെ സുഭാഷിന്റെ അരികിലേക്ക് വരികയാ. വെയിലത്ത് നടന്നാണോ വന്നേ എന്ന് സുഭാഷ് ചോദിക്കേ. അതേ എന്നവളും. നാളെ മുതലേ ഒരു കൂട ചൂടി വരണം എന്നവൻ ഓർമ്മിപ്പിക്കേ. ഛത്രി വാങ്ങണം എന്ന് ചാന്ദിനിയും. അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന അവിനാശും നാട്ടിലെ വെയിൽ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു സൂടല്ല സുഭാഷേട്ടാ, ഏതായാലും ഇവള് വന്നതല്ലേ, കഴിച്ചിട്ട് തുടങ്ങാമെന്ന് അവിനാശ് പറയുമ്പോഴേക്കും അവിനാശ് കഴിച്ചോ എന്ന് സുഭാഷ്. ആപ്കെ ലിയെ ബി ഹേനാ എന്ന് ചാന്ദിനി പറയേ. എനിക്കുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ആ ഉണ്ട് എന്ന് ചാന്ദിനി. ആ വയ്യ കഴിക്കാമെന്ന് പറഞ്ഞ് അവിനാശ് സുഭാഷിനെ കൂടി വിളിക്കുക. അവിനാശും സുഭാഷും കഴിക്കാനിരിക്കുമ്പോഴേക്കും ചാന്ദിനി അവർക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിക്കൊടുക്കുകയാ. ചപ്പാത്തി കഴിക്കുന്ന സുഭാഷിനെ പ്രണയത്തോടെ പുഞ്ചിരിയോടെ നോക്കിയിരിപ്പാ ചാന്ദിനിയും. ഫുഡ് കഴിക്കുന്ന അവിനാശും ചിരിയോടെ അവരെ ശ്രദ്ധിക്കുകയാ. അപ്പോഴാണ് അവിനാശിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് റേഞ്ച് കിട്ടാഞ്ഞേ. ഭയ്യ 1 മിനിറ്റ്, പണിക്കാരെ അറേഞ്ച് ചെയ്യുന്ന ആളാ, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. തന്നെ നോക്കിയിരിക്കുന്ന ചാന്ദിനിയോടായി നീ കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൾ. എന്നെ കഴിക്കെന്ന് പറഞ്ഞ് അവൻ ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയും എടുത്ത് ചാന്ദിനിക്ക് കൊടുക്കുകയാ. അവളും താങ്ക് യു പറഞ്ഞ് അത് വാങ്ങി കഴിക്കുന്നേരം ഫുഡ് കഴിക്കുന്ന സുഭാഷും നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഉരുളക്കിഴങ്ങ് കറി അസലായിട്ടുണ്ട് എന്നവൻ പറയുന്നവൾക്ക് ഉരുള എന്ന് ചാന്ദിനി. അവൻ പാത്രത്തിലിരിക്കുന്ന കറിയെടുത്ത് കാണിക്കേ. ഓ ആലു എന്നവൾ ചിരിയോടെ ചോദിക്കേ. ആ ആലു തുമാര കുക്കിംഗ് ബഹുത് അച്ചാ ഹേ എന്ന് കരുതി എന്നും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. മുജ്കോ കോയി മുഷ്കിൽ നെഹി ഹേ, ഇനി ഡെയിലി മേലേക്കാവുകി എന്നവൾ പറയുന്നവൾക്ക് ഒരു പുഞ്ചിരിയോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക സുഭാഷ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സുഭാഷിനെ പുഞ്ചിരിയോടെ ഒരു നിമിഷം നോക്കി തന്റെ കയ്യിലെ വളയിലേക്ക് നോക്കി. എനിക്ക് വള വാങ്ങി തരാമോ എന്ന് ഹിന്ദിയിൽ ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാവാതെ സുഭാഷും എന്താ എന്ന് ചോദിക്കേ. മുജേ ആപ് എന്ന് ചാന്ദിനി പറയേ. ഞാൻ എന്ന് സുഭാഷ്. ചൂടിയ എന്ന് തന്റെ കയ്യിലെ വള കാണിച്ച് അവൾ പറയേ. ചൂടിയ വള എന്ന് സുഭാഷും. വള വേണം എന്ന് ചാന്ദിനിയും. ഞാൻ വള വാങ്ങി തരണോ എന്ന് സുഭാഷ് പുഞ്ചിരിയോടെ ചോദിക്കും. ഓ എന്നവളും.
അത് കേട്ട് അവനും ചിരിയോടെ ഈ കുപ്പിച്ചൂടിയ മതിയാവോ എന്ന് ചോദിക്കുന്നു. കുപ്പിച്ചൂടിയ കുപ്പിവള എന്നവൾ ചോദിക്കുക. അത് കേട്ട് അവനും ചിരിയോടെ ആ കുപ്പിവള, ആ കൈ ഒന്ന് നീട്ടിയേ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കയ്യിലെ വള കിലുക്കുകയാണ്. സുനോ ഈ ആവാസ് ഹേന, കുപ്പിവിളയിട്ട കിലുകിലോ വലിയ ആവാസ് എന്ന് അവളുടെ കയ്യിൽ കിടക്കുന്ന വളകിലേക്കൊണ്ട് അവ പറയുകയാണ്. അത് കേട്ട് അവൾ സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും വാങ്ങി തരാൻ കേട്ടോ എന്ന് സുഭാഷും സമ്മതിക്കുക. അങ്ങനെ അവർ സന്തോഷത്തോടെ കഴിക്കുന്നേരം ചാന്ദിനി വീണ്ടും സുഭാഷിനെ കറി വിളമ്പിക്കൊടുക്കുക. നീ കഴിക്കെന്ന് പറഞ്ഞ് സുഭാഷ് അവൾക്കും കറി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അവർ പ്രണയത്തോടെ പരസ്പരം പുഞ്ചിരിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നിധി അവിടെ തന്റെ ഓഫീസിൽ താൻ ചെയ്ത ഒരു ഡിസൈൻ ദിവ്യയെ കാണിച്ച് അതിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് അവളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി വന്ന സിദ്ധാർത്ഥം ഹലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എസ് ബോസ് എന്ന് ദിവ്യയും പറയുന്നു. എന്തായി കഴിഞ്ഞോ എന്ന് സിദ്ധാർത്ഥ ചോദിക്കേ. ഓൾമോസ്റ്റ്, പോർച്ചിന്റെ പൊസിഷൻ മാറ്റി ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി എന്ന് നിധി പറയേ. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ലാപ്പിലുള്ള ആ ഡിസൈൻ സിദ്ധാർത്ഥം നോക്കുക. ആഹാ നന്നായിട്ടുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതാണോ എന്ന് സിദ്ധാർത്ഥ അവരോടായി ചോദിക്കുന്നുണ്ട്. ദിവ്യയും പറയുന്നുണ്ട് എനിക്ക് വലിയ റോളൊന്നുമില്ല, നിധി 90% ചെയ്തു വെച്ചിരുന്നു. അത് കേട്ട് നിധിയും അങ്ങനെയൊന്നുമില്ല, ഐഡിയേഷൻ മുതൽ ദിവ്യയുണ്ട്, രണ്ടുപേരും കൂടി ചെയ്തത് തന്നെയാണെന്ന് പറയുകയാ. അപ്പോഴാണ് സിദ്ധാർത്ഥ് നിധി നാളെ നമുക്ക് റിയൽ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവരുടെ വില്ല പ്രൊജക്ടിന്റെ ഡിസൈൻസ് കഴിഞ്ഞിരിക്കുകയല്ലേ എന്നവൻ ചോദിക്കേ. അതെ എന്ന് നിധിയും. ആ നാളെ നിധി അത് പ്രസന്റ് ചെയ്തോളൂലേ എന്നവൻ ചോദിക്കേ. ചെയ്യാമെന്ന് നിധിയും സന്തോഷത്തോടെ സമ്മതിക്കുകയാ. നല്ല കോൺഫിഡന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും അവരുടെ ഭാഗത്തു നിന്ന് വരാത്ത രീതിയിൽ ചെയ്യണം, ഓക്കെ അല്ലേ? ആൻഡ് ആ ക്ലയന്റ് നമുക്ക് ഒരിക്കലും മിസ്സാവരുത് എന്നവൻ പറയേ. ചെയ്യാം സിദ്ധാർത്ഥ് എന്ന് നിധിയും സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രസന്റേഷൻ എല്ലാം ഫില്ലാവുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചേക്ക്. നാളെ 11 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും മിസ്സാവരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടല്ലോ എന്ന് സിദ്ധാർത്ഥ് വീണ്ടും ഓർമ്മിപ്പിക്കേ. ഷുവർ സിദ്ധാർത്ഥ് നിധിയും ഉറപ്പ് നൽകുകയാ. ഒക്കെ പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടുന്ന് പോകുമ്പോഴേക്കും നിധി ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പെടുകയാ. അത് കണ്ട് ദിവ്യയും നീ നിന്റെ സിദ്ധാർത്ഥ് സാറിനെ എന്തിനെങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കേ. ഞാൻ സിദ്ധാർത്ഥിനെ പേടിച്ചതൊന്നുമല്ല, നാളത്തെ പ്രസന്റേഷൻ ഓർത്തിട്ട് പറഞ്ഞു പോയതാ എന്ന് നിധിയും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, സിദ്ധാർത്ഥ സാറും കൂടെ ഉണ്ടാവില്ലേ, ധൈര്യമായിട്ട് ചെല്ലേ ഓക്കെ എന്ന് പറഞ്ഞ് ദിവ്യ തന്റെ ചെയറിലേക്ക് ഇരുന്ന് ജോലി തുടങ്ങുക. അപ്പോഴേക്കും നിധിയുടെ മൊബൈലിലേക്ക് അഡ്വക്കേറ്റിന്റെ കോൾ വരികയാ. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ആ നിധി നാളെയാ നിങ്ങളുടെ കേസിന്റെ ഹിയറിംഗ്, രാവിലെ 10 മണിയോടെ കോടതിയിലെത്തണം മറക്കരുത് എന്ന് പറയേ. നിധിയും അയ്യോ മാം നാളെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേ. എന്തു പറ്റിയെന്ന് മാഡവും. ഓഫീസിൽ ഒരു പ്രശ്നമുണ്ട് എന്നവൾ പറയേ. ഇവിടെ വലിയ സമയമെടുക്കില്ലെന്ന് വക്കീലും പറയുന്നുണ്ട്. അതല്ല മാം, 11 മണിക്ക് ഷാർപ്പ് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, 10 മണിക്ക് തയ്യാറായിരിക്കേണ്ടി വരും. ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം ആദ്യമായിട്ട് ക്ലയന്റിന് മുന്നിൽ പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു അവസരമായി ഇത്, ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഇത്തവണയൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ എന്നവൾ ചോദിക്കുക. ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, പക്ഷേ നെക്സ്റ്റ് ടൈം എന്തായാലും ഹാജരാവണം എന്നവർ പറയേ. ഓക്കെ മാം എന്ന് നിധിയും. പിന്നെ അടുത്ത തവണ തീയതി കോർട്ടിൽ നിന്ന് അറിയിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഓഫീസിൽ ആ ദിവസം നേരത്തെ ലീവ് അപേക്ഷിച്ച് വെക്കുകയും വേണം എന്നവരെ ഓർമ്മിപ്പിക്കേ. ഓക്കെ മാം എന്ന് പറഞ്ഞ് നിധിയും കോൾ കട്ട് ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. നിധി ഹിയറിങ്ങിന് കോർട്ടിൽ പോകുന്നില്ലെന്നറിഞ്ഞ് സുധീഷിന് സന്തോഷമാവുന്നത് അവളുടെ മനസ്സിലാക്കാനായി സുധീഷ് ഗായത്രിയെ മൊബൈലിൽ വിളിച്ച് സംസാരിക്കുന്നതും ചാന്ദിനി സുഭാഷേട്ടനെ വിളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.